വെൽക്കം. ഇക്കൊല്ലത്തിൻ്റെ ഗാർഡനിങ്ങിൻ്റെ തുടക്കമാണ്. റോസസ് ഒന്ന് ട്രിം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം കൈയൊക്കെ മുറിയും. ഈ ഡെയിലി ലീസൊക്കെ വൃത്തിയാക്കുമ്പോൾ ഞാൻ കുറച്ച് ബാക്കി വയ്ക്കും. എന്താണെന്നറിയാം, ഇവിടെ റോബിൻ എന്ന് പറഞ്ഞ കിളിയുണ്ട്. ആ കിളിക്കൊക്കെ ഇതാണ് ഏറ്റവും ഇഷ്ടം, കൂടുകളുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി ബാക്കി വയ്ക്കണം. എന്താ ദോഷമാണ്, കുറച്ച് ഭംഗി കുറയുന്നല്ലേ ഉള്ളൂ, സാരമില്ല. അവരെ കൂടുണ്ടാക്കിക്കോട്ടെ, കുഞ്ഞുങ്ങളായി അവരതിൽ ജീവിക്കട്ടെ. കുറച്ചൊക്കെ നമുക്കും ചെയ്യാമല്ലോ അല്ലേ, സിമ്പിൾ കാര്യങ്ങൾ. 3 മണിക്കൂർ പണിഞ്ഞ ശേഷം ഇപ്പോഴാ മഴയും ചാറി ഇത്രയായി എടുത്തു. ഇനി പൂക്കണത് കാത്ത് ഇരിക്കാം. പൂത്ത് നല്ല ഭംഗിയിൽ വരുമെന്നുള്ള പ്രതീക്ഷ. സ്പ്രിങ്ങിൻ്റെ ഭംഗി എവിടെയോ ഒളിച്ചിരുന്ന് നല്ല രസമുള്ള ശബ്ദം. ചെറിയ ചാറ്റൽ മഴയും വെയിലും. കിളികളുടെ കളകളാരവം. ചെറിയ നടക്കാൻ ഇറങ്ങിയാണ്. ചെറിയ തണുപ്പുണ്ട്, എന്നാലും ഒരു ഹുഡിയൊന്നും ഇടാതെ ഇറങ്ങിയിരിക്കുകയാണ്. നടക്കുമ്പോൾ തണുപ്പത്ര ഫീൽ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട്. 60 ഡിഗ്രി ഫാരൻഹൈറ്റൊക്കെയാണ് പറയുന്നത്, പക്ഷേ കാറ്റുള്ളതുകൊണ്ട് തണുപ്പ് ഫീൽ ചെയ്യാം. ടുലിപ്സിൻ്റെ കാലം കഴിയാറായി. ഇത് അസേലിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇതും ഇപ്പോൾ പൂക്കുകയുള്ളൂ, പിന്നെ പൂവുണ്ടാവില്ല. സ്പ്രിങ് ഫ്ലവേഴ്സാണല്ലോ. ലോണിലെല്ലാം പുല്ലൊക്കെ തിരിച്ച് കിളിർത്ത്. ഇത് കണ്ടോ, സീഡ്സാണ്. ഇത് മുഴുവൻ ഇനി പറന്ന് എല്ലായിടത്തും ഡിസ്പേഴ്സ് ചെയ്ത് പുതിയ പുതിയ ചെടികൾ വരും. പ്രകൃതി എന്തെല്ലാം പരിപാടികളാണ് ഒപ്പിച്ചിരിക്കുന്നത് അല്ലേ. കണ്ടോ, തൊത്തി നടക്കുന്നുണ്ടോ. നമ്മുടെ മൈന പോലെ തന്നെ ഇരിക്കും. നല്ല ഭംഗിയുള്ള മുട്ടയാണ് ഇതിൻ്റെ. നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ മുട്ടയാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ മരത്തിൽ കൂട് വെച്ച് മുട്ടയിട്ടു, അതുകൊണ്ട് അടുത്ത് കാണാൻ പറ്റി. അത് ആണിനും പെണ്ണിനും ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട്. കണ്ടില്ല, അസൽ മൈന പോലെയല്ലേ. ആ കിളി ഭയങ്കര അഗ്രസീവാണ്. വേറെ കിളികളൊക്കെ ഉണ്ടെങ്കിൽ ബേർഡ് ബാത്തിൽ വെള്ളം കുടിക്കാനൊന്നും സമ്മതിക്കില്ല, ഓടിച്ചു വിടും. മനുഷ്യരുടെ ഇടയിലും ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ. നമ്മൾ കുടിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെ ഓടിച്ചു വിടണം. അങ്ങനത്തെ സ്വഭാവം അവരുടെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ ഏതൊരു ടോക്കിൽ ഒരാൾ പറഞ്ഞല്ലോ, അമേരിക്കയിൽ ഏത് നേരവും എന്തെങ്കിലും ഒരു മെഷീൻ്റെ ശബ്ദം ഉണ്ടാവും എപ്പോഴും. പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിളികളുടെ ശബ്ദം മാത്രം അങ്ങനെ കിട്ടുന്ന സമയം കുറവാണ്. എസ്പെഷ്യലി സമ്മർ ആകുമ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും വീട്ടിൽ ലോൺ മോവർ ഉണ്ടാവും. തുടങ്ങി വേറൊരിടത്ത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഒരു ഡ്രൈയിങ് മെഷീൻ ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ അവിടുത്തെ വെഹിക്കിൾസ് പോലെയാണ്. നമ്മുടെ അവിടുത്തെ വാഹനങ്ങൾ ഏത് നേരവും പോയിക്കൊണ്ടിരിക്കില്ലേ, അതുപോലെ. ഇങ്ങനത്തെ നെയ്ബർഹുഡിൽ അങ്ങനത്തെ തിരക്ക് കുറവാണെന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ബിസി ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിറയെ കാറുകൾ ഏത് നേരം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ വെയിലൊക്കെ കൂടി, അതിൻ്റെ ഒരു സുഖം. കാറ്റ് കുറച്ച് കുറവ്, ഇടയ്ക്ക് കാറ്റിത്തിരി കൂടുമ്പോൾ പിന്നെയും തണുക്കും. കൊല്ലത്തെ ആദ്യത്തെ റൗണ്ട് ഓഫ് ലോൺ മൂവിങ് ആണ് ആക്ച്വലി. കാരണം ഏപ്രിൽ അവസാനം, ഇനി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പോഴത്തേക്കും പിന്നെ ലോണൊന്നും മൂവ് ചെയ്യേണ്ടി അധികം വരില്ല, അതോടെ നിർത്തും. പിന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും സ്നോ മാറ്റാൻ തുടങ്ങും. അങ്ങനെ റുട്ടീൻ മാറും. രസമുള്ളൊരു മരമാണ് പലയിടത്തുള്ള ബിലോ. കാണാമോ, കുട്ടി വൈറ്റ് സ്നോ പോലെ വീണ്. അതിൻ്റെ പൂവാണ് കാറ്റിൽ
വീഴുന്നതാണ്. അങ്ങനെ വീണ് പൂവെല്ലാം മാറി പിന്നെ ഇല മാത്രം. ഫ്ലവറിങ് പെയർ എന്ന് പറയും. നമുക്കുണ്ട് ഇങ്ങനത്തെ ഒരു മരം, ഞങ്ങൾ നട്ടത്. ഇതിൻ്റെ എല്ലാം പൂവ് ഇതുപോലെ ഇങ്ങനെ വീണങ്ങ് പോവും. മേപ്പിൾ ട്രീ ആണ്. മാക്സിമം പൂത്തിട്ടുണ്ട് ഈ കളറിനകത്ത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും ഇതെല്ലാം. അതിന് മുമ്പ് ആസ്വദിക്കട്ടെ, കണ്ണറയെ കാണട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെയല്ലേ. രസമല്ലേ? എത്ര കണ്ടാലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പൂവാണ്. അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടാണ് ഇത് ആക്ച്വലി നട്ടത്. നമ്മൾ തന്നെ നട്ട് വളർത്തിയൊരു മരമാണ്. ഇത്രയും നേരം എൻ്റെ കൂടെ നടന്നതിന്, എൻ്റെ കൂടെ സംസാരം കേൾക്കാൻ വന്നതിന് ഒക്കെ വലിയ താങ്ക്സ്. ഇനി ഇതുപോലെ കുട്ടി നടത്തങ്ങൾ, കുട്ടി സംസാരങ്ങൾ എന്നെ ജോയിൻ ചെയ്യുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്. ഹാവ് എ നൈസ് ഡേ ഓർ നൈറ്റ്. നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി, സുഖമായ ഉറക്കം നമുക്കൊക്കെ ഉണ്ടാവട്ടെ.